നമസ്കാരം. ഇന്ന് നമ്മൾ ഇവിടെ വാസ്, വെയർ എന്നീ രണ്ട് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പാസ്റ്റ് ടെൻസ് രൂപത്തിലുള്ള ക്വസ്റ്റ്യൻ, അതായത് ചോദ്യവാചകങ്ങൾ ഉണ്ടാക്കി പഠിക്കുകയാണ്. വാസ്, വെയർ ഈ രണ്ട് വാക്കുകളുടെയും അർത്ഥം ആയിരുന്നു എന്നാണ്. ഇത് വാസ് എന്നത് ഏകവചനമാണ്, അതായത് സിംഗുലർ നൗണിൻ്റെയോ സിംഗുലർ പ്രോ നൗണിൻ്റെയോ കൂടെയാണ് അത് ഉപയോഗിക്കേണ്ടത്. വെയർ എന്നത് പ്ലൂറൽ ഫോമാണ്, അത് പ്ലൂറൽ നൗൺസിൻ്റെ കൂടെയോ പ്ലൂറൽ പ്രോ നൗൺസിൻ്റെ കൂടെയാണ് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ വാസ്, വെയർ ഈ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പാസ്റ്റ് ടെൻസിലുള്ള ചോദ്യവാചകങ്ങൾ ഉണ്ടാക്കി പഠിക്കുകയാണെന്നിവിടെ. ഇവിടെ ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസസ് യൂസിങ് വാസ് ആൻഡ് വെയർ എന്ന് എഴുതി കുറേ സെൻറ്റൻസുകൾ ഞാനിവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ ഇടതുവശത്ത് തന്നിട്ടുള്ള സെൻറ്റൻസുകൾ ചോദ്യവാചകങ്ങളല്ല, അത് സാധാരണ അഫിർമേറ്റീവ് സെൻറ്റൻസുകളാണ്, അഥവാ പോസിറ്റീവ് സെൻറ്റൻസുകളാണ്. ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന, ആയിരുന്നു അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന സെൻറ്റൻസുകളാണ് പോസിറ്റീവ്, ഇവിടെ പാസ്റ്റ് ടെൻസിലുള്ള പോസിറ്റീവ് സെൻറ്റൻസുകൾ. അതിൻ്റെ ഓരോ സെൻറ്റൻസിൻ്റെയും നേർക്ക് വലത് ഭാഗത്തായിട്ട് ആ സെൻറ്റൻസുകളുടെ ഇൻ്ററോഗേറ്റീവ് രൂപം എഴുതിയിട്ടുണ്ട്, ചോദ്യവാചകമാക്കി മാറ്റി എഴുതിയിട്ടുണ്ട്. ഇവ തമ്മിലുള്ള വ്യത്യാസം മാത്രം പഠിച്ചാൽ നമുക്ക് ഇത് പാഠം വളരെ എളുപ്പമായിട്ട് പഠിക്കുവാൻ സാധിക്കും. വളരെ സിമ്പിളാണ്. ആദ്യ വാചകം നോക്കൂ. ഇറ്റ് വാസ് റൈനിങ്. മഴ പെയ്യുകയായിരുന്നു. ആയിരുന്നു എന്നാണ് അവസാനിക്കുക ഈ വാചകങ്ങൾ. അതുപോലെ ചോദ്യത്തിൽ ആയിരുന്നോ എന്നും അവസാനിക്കും. അപ്പോൾ ഇറ്റ് വാസ് റൈനിങ് എന്ന സെൻറ്റൻസിനെ നമുക്ക് ചോദ്യവാചകമാക്കി മാറ്റുവാൻ വേണ്ടി ആ ഇറ്റ് വാസ് റൈനിങ് എന്ന സെൻറ്റൻസിനുള്ളിൽ വരുന്ന വാസ് എന്ന ആക്സിലറി വെർബിനെ എടുത്ത് ആ വാചകത്തിൻ്റെ ആദ്യം എഴുതണം. എന്നിട്ട് ബാക്കി തുടർന്ന് വായിക്കണം. ആ വാചകത്തിൻ്റെ അവസാനം ക്വസ്റ്റ്യൻ മാർക്കും ചേർക്കണം. ഇത്രയും ചെയ്താൽ പാസ്റ്റ് ടെൻസ് രൂപത്തിലുള്ള ഒരു അഫിർമേറ്റീവ് സെൻറ്റൻസിനെ നമുക്ക് പാസ്റ്റ് ടെൻസ് രൂപത്തിലുള്ള ഒരു ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് അഥവാ ചോദ്യവാചകമാക്കി മാറ്റുവാൻ സാധിക്കും. വളരെ എളുപ്പമാണ്. കാര്യം ഒന്നുകൂടി പറയുകയാണ്. അഫിർമേറ്റീവ് സെൻറ്റൻസിൻ്റെ മറ്റൊരു പേരാണ് പോസിറ്റീവ് സെൻറ്റൻസ്. അതിൽ വന്നിട്ടുള്ള വാസ് അല്ലെങ്കിൽ വെയർ എന്ന വാക്കിനെ എടുത്ത് ആ വാചകത്തിൻ്റെ ആദ്യം എഴുതുക, വാചകാവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. ഇത്രയും മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. എങ്കിൽ നമുക്കത് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആക്കി മാറ്റി എഴുതുവാൻ സാധിക്കും. നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കൂ. ദേ വെയർ റണ്ണിങ്. അവർ ഓടുകയായിരുന്നു. അവർ ഓടുകയായിരുന്നു. ദേ വെയർ റണ്ണിങ്. അവർ ഓടുകയായിരുന്നു. ചോദ്യരൂപമാക്കുവാൻ അതിലെ വെയർ എന്ന വാക്ക്, ഇത് വെയർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കണം അത് പ്ലൂറൽ ഫോമിലുള്ളതാണ്, ബഹുവചന രൂപത്തിലാണ്. അവിടെ നാമമോ സർവനാമമോ ബഹുവചന രൂപത്തിലുള്ളതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ദേ വെയർ റണ്ണിങ്. അവർ ഓടുകയായിരുന്നു. അവർ ഓടുകയായിരുന്നു. ഇതിനെ ചോദ്യരൂപമാക്കുവാൻ വേണ്ടി അതിലെ വെയർ എന്ന വാക്കെടുത്ത് ആ വാചകത്തിൻ്റെ ആദ്യം ഇട്ടിട്ട് വാചക അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ചേർക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? വെയർ ദേ റണ്ണിങ്. അവർ ഓടുകയായിരുന്നു. നെക്സ്റ്റ് സെൻറ്റൻസ്. ദ നേച്ചർ വാസ് വെരി ബ്യൂട്ടിഫുൾ. പ്രകൃതി വളരെ മനോഹരമായിരുന്നു. ഇത് സിംഗുലർ സെൻറ്റൻസ് ആണ്. നേച്ചർ ഇവിടെ ഏകവചനമാണ്. അപ്പോൾ ഇതിനെ ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആക്കുവാൻ വേണ്ടിയിട്ട് വാസ് എടുത്ത് ആദ്യം ഇട്ട് അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ചേർക്കുക. വാസ് ദ നേച്ചർ വെരി ബ്യൂട്ടിഫുൾ. പ്രകൃതി വളരെ മനോഹരമായിരുന്നു. നെക്സ്റ്റ് സെൻറ്റൻസ്. അജി ആൻഡ് സജി വെയർ ലേണിംഗ് ഇംഗ്ലീഷ്. അജിയും സജിയും ഇംഗ്ലീഷ് പഠിക്കുകയായിരുന്നു. അത് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആക്കുവാൻ വേണ്ടി വെയർ എടുത്ത ആ സെൻറ്റൻസിൻ്റെ ആദ്യം ഇട്ടിട്ട് അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ചേർക്കുക. അപ്പോൾ വെയർ അജി ആൻഡ് സജി ലേണിംഗ് ഇംഗ്ലീഷ്. അജിയും സജിയും ഇംഗ്ലീഷ് പഠിക്കുകയായിരുന്നു. നെക്സ്റ്റ് സെൻറ്റൻസ്. ഡോഗ്സ് വെയർ ഫൈറ്റിംഗ് ഫോർ ഫുഡ്. പട്ടികൾ ഭക്ഷണത്തിന് വേണ്ടി അടിപിടി കൂടുകയായിരുന്നു. ഇത് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആക്കുവാൻ വേണ്ടിയിട്ട് വെയർ എടുത്ത് ആദ്യം ചേർത്ത് അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. വെയർ ഡോഗ്സ് ഫൈറ്റിംഗ് ഫോർ ഫുഡ്.
ആഹാരത്തിന് വേണ്ടി പട്ടികൾ അടിപിടി കൂടുകയായിരുന്നു. ആഹാരത്തിന് വേണ്ടി പട്ടികൾ അടിപിടി കൂടുകയായിരുന്നു. നെക്സ്റ്റ്, അനിൽ ആൻഡ് ബിനു വയർ വർക്കിംഗ് അബ്രോഡ്. അനിലും ബിനുവും വിദേശത്ത് ജോലി ചെയ്യുകയായിരുന്നു. ചോദ്യരൂപമാക്കുവാൻ വെയറെടുത്ത് ആദ്യം ഇടുക, അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ചേർക്കുക. അപ്പോൾ വായിക്കാം, വെയർ അനിൽ ആൻഡ് ബിനു വർക്കിംഗ് അബ്രോഡ്. അനിലും ബിനുവും വിദേശത്ത് ജോലി ചെയ്യുകയായിരുന്നു. നെക്സ്റ്റ് സെൻറ്റൻസ്, യു വെയർ വർക്കിംഗ് ഇൻ എ ഹോട്ടൽ. നിങ്ങൾ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുകയായിരുന്നു. അതിനെ ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആക്കുവാൻ വേണ്ടിയിട്ട് അതിലെ വെയറെടുത്ത് ആദ്യം ഇടുക, വാചക അവസാനം ക്വസ്റ്റ്യൻ മാർക്കും ചേർക്കുക. അപ്പോൾ എങ്ങനെ കിട്ടും? വെയർ യു വർക്കിംഗ് ഇൻ എ ഹോട്ടൽ. നിങ്ങൾ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുകയായിരുന്നു. അടുത്ത സെൻറ്റൻസ് എന്താ? യു വെയർ ഡ്രൈവിംഗ് എ കാർ. നിങ്ങൾ ഒരു കാർ ഓടിക്കുകയായിരുന്നു. അതിനെ ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആക്കുവാൻ വേണ്ടിയിട്ട് ആ വാചകത്തിലെ വെയറെടുത്ത് വാചക ആദ്യം ഇടുക, അവസാനം ക്വസ്റ്റ്യൻ മാർക്കും ചേർക്കുക. അപ്പോൾ എങ്ങനെ വായിക്കാൻ പറ്റും? വെയർ യു ഡ്രൈവിംഗ് എ കാർ. നിങ്ങളൊരു കാറ് ഓടിക്കുകയായിരുന്നു. അപ്പോൾ വളരെ സിമ്പിളാണ്, ഇതിൽ ഒരു കഷ്ടപ്പാടുമില്ല. ആർക്കും ഇംഗ്ലീഷ് ഒട്ടും തന്നെ മനസ്സിലാക്കുവാൻ കഴിയാത്ത ഒരാൾക്ക് പോലും വളരെ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് വളരെ സിമ്പിളാണ്. ഞാൻ പറഞ്ഞ നിയമം ഇത്രയേ ഉള്ളൂ. ഒരു അഫിർമേറ്റീവ് സെൻറ്റൻസിൽ തന്നിട്ടുള്ള ആക്സിലറി വെർബുകൾ, അത് പ്രസൻ്റ് ആവട്ടെ പാസ്റ്റ് ആവട്ടെ, ആക്സിലറി വെർബുകൾ എടുത്ത് ആ സെൻറ്റൻസിൻ്റെ ആദ്യം ഉപയോഗിക്കുകയും ചേർക്കുകയും ആ വാചകത്തിൻ്റെ അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ചേർക്കുകയും ചെയ്താൽ അഫിർമേറ്റീവ് സെൻറ്റൻസിനെ ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസാക്കി മാറ്റുവാൻ സാധിക്കും.